അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഗ്ലൂട്ടാതയോൺ ഫേസ് ആൻഡ് ബോഡി വൈറ്റനിങ് ക്രീമാണ്. നമ്മുടെ ബോഡിയിൽ നിറം കൂടാൻ വേണ്ടിയിട്ട് ഫുൾ ബോഡി, അതായത് ഫേസ് ഉൾപ്പെടെ നമ്മളെ ഫുൾ ബോഡി നന്നായിട്ട് നിറം വയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ക്രീമാണിത്. ബൈ വൺ ഗെറ്റ് വൺ 500 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ്. പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് കൊറിയർ ചാർജിൻ്റെ വെയിറ്റ് ലിമിറ്റേഷൻ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റും. അവർ തരും പ്രൈസ് കേട്ടോ. സ്റ്റാഫ് പിള്ളേർ ഇരിപ്പുണ്ട്. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് GST എല്ലാം ഇൻക്ലൂഡിങ് ആണ്. ഒരു തരത്തിലുള്ള ഹിഡൻ ചാർജസ് ഇല്ല, അഡീഷണൽ ചാർജസ് ഒന്നുമില്ല. നമ്മൾ ചിലർ ഓഫറൊക്കെ ഇട്ട് കഴിയുമ്പോൾ സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ വയ്ക്കും. അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല കേട്ടോ. പറഞ്ഞാൽ ഞാനിവിടെ എന്താണോ പറയുന്നത് ആ പ്രൈസിന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. അല്ലാതെ ഇവിടെ ഒരു പ്രൈസ് പറഞ്ഞിട്ട് അവിടെ ബുക്കിംഗ് നമ്പറിൽ എത്തുമ്പോൾ വേറെ പ്രൈസിൻ്റെ ഒരു ഏർപ്പാടില്ല. പിന്നെ വാട്സാപ്പിൽ മാത്രമേ ഓഫറുള്ളൂ. വെബ്സൈറ്റിൽ കയറിയാൽ ബുക്കിംഗ് കിട്ടില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം 2 ലൈവ് ഇട്ടിരുന്നു കേട്ടോ. 2 ലൈവ് ഇട്ടിരുന്നു. നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ കാര്യം പലർക്കും അറിയില്ല. ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് വയ്ക്കാം. അതിനകത്താണ് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്താണ് നമ്മൾ എൻക്വയറി ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനകത്ത് മിക്കവാറും ലൈവ് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാനത് വിട്ട് കളഞ്ഞ കാര്യം വളരെ കുറച്ച് പേരേ ഉള്ളൂ. കാര്യം പലർക്കും അറിയില്ല. പണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് ഒരുപാട് പേർക്ക് അറിയായിരുന്നു നമുക്ക് സെക്കൻഡ് ചാനൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിനകത്ത് വന്നിട്ട് വീഡിയോസൊക്കെ കാണുമായിരുന്നു. പിന്നെ എൻ്റെ തിരക്ക് കാരണം ഞാനത് നിർത്തി. ഇപ്പോഴും തിരക്കാണ്, എന്നാലും ഇതിനകത്ത് ലൈവ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനത് സെക്കൻഡ് ചാനലിലാണ് ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ പ്രോഡക്ട്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ആ ചാനൽ വഴി ചോദിക്കാം. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം, ഇന്നലെ ലൈവ് ഇട്ടത് കൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് ലൈവ് ചാറ്റിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് കേട്ടോ. അതായത് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് ലൈവ് ചാറ്റിൽ അവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് ചാറ്റ് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ഇന്നലെ നമ്മുടെ ബുക്കിംഗ് നമ്പറിലോട്ട് ബൾക്കായിട്ട് ആളുകൾ എൻക്വയറി ചെയ്തു. കാര്യം ലൈവായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ റിസൾട്ട്സൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ഹെയർ ഓയിലിനെ പറ്റി, നമ്മുടെ മഞ്ചിഷ്ട ക്രീം, ഗ്ലൂട്ടാ ക്രീം, പിന്നെ നമ്മുടെ ഡൈ ഓയിൽ, ഇങ്ങനെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചും ഒരുപാട് പേര് അതിനകത്ത് അവർക്ക് കിട്ടിയ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്തു ലൈവ് ചാറ്റിനകത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി ത്രോട്ട് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് ഒച്ചയെടുത്ത് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി ശബ്ദം കുറവാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് കേൾക്കുക. എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല, ത്രോട്ട് പെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഓഫർ ഞാൻ തരാം. ഇപ്പോൾ സാലറി കിട്ടിയിട്ടുണ്ട് പ്രിയ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഓഫർ വയ്ക്കൂ, ഈ സമയത്തിൽ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാലറിയുടെ പേഴ്സൺസ് ആയിട്ടുള്ള നമ്മുടെ കുറേ ടീച്ചേഴ്സ്, നമ്മുടെ കുറേ പോലീസ് ഓഫീസേഴ്സ്, കോൺസ്റ്റബിൾമാരൊക്കെ ഉണ്ട് ഒരുപാട് കേട്ടോ. അപ്പോൾ ഒരുപാട് ലേഡീസാണ്. പിന്നെ ടീച്ചേഴ്സ്, പിന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിലും പിന്നെ അതുപോലെ കളക്ട്രേറ്റുകളിലും ഓഫീസ് സെക്ഷനുകളിലും, അതുപോലെ നമ്മുടെ ഹൈക്കോടതി, അതുപോലെ ഒരുപാട് ജില്ലാ കോടതികളിൽ, പിന്നെ സ്കൂളിലെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് പേര് സാലറി കിട്ടുന്ന സമയമാണ് പ്രിയ, ഈ സമയത്ത് ഓഫർ ഇടണമെന്ന് പറഞ്ഞിട്ട് ഓഫർ ഇടേണ്ട പ്രോഡക്ട്സിൻ്റെ കുറച്ച് ലിസ്റ്റുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും ഓഫർ ഇടാൻ പറ്റില്ല, നമുക്ക് പ്രൈസ് നോക്കിയിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിൽ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് നമ്മുടെ ഡൈ ഓയിലാണ്. അത് നമ്മൾ കഴിഞ്ഞ മാസം ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീരട്ടെ, ഇനി അത് കൊടുത്ത് തീർന്നിട്ടേ നമ്മളിനി അടുത്തൊരു ഓഫറിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാതയോൺ ഫേസ് ആൻഡ് ബോഡി ബ്രൈറ്റനിങ് ക്രീമിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഓഫർ തരാം കേട്ടോ. ഇത് നമ്മളെപ്പോഴും ഇടുന്നതാണ്. ഈ 2 ക്രീം ബൈ വൺ ഗെറ്റ് വൺ. ഓക്കെ, ഈ 2 ക്രീം ചേർത്തിട്ട് നിങ്ങൾക്ക് 500 റുപ്പീസിന് വാങ്ങിക്കാം. എനിക്ക് ശബ്ദം ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുകയാണ്, ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട്. എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, കോൾഡ്, പിന്നെ ത്രോട്ട് പെയിൻ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല.
അപ്പോൾ ഈ ഗ്ലൂട്ടാ ക്രീം ബൈ 1 ഗെറ്റ് 1 നിങ്ങൾക്ക് 500 രൂപയ്ക്ക് ഈ 2 ഗ്ലൂട്ടാ ക്രീം കിട്ടും. ഈ സെയിം പാക്കേജ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ കുറേ പേര് ഞാൻ ഇടയ്ക്ക് ബ്ലാക്ക് ബോട്ടിൽ കൊടുത്തപ്പോൾ എന്നോട് വഴക്കിട്ടു പിണങ്ങി. എനിക്ക് ബ്ലാക്ക് വേണ്ട പ്രിയ, വൈറ്റ് മതി എന്ന് പറഞ്ഞിട്ട്. ബോട്ടിലേ മാറത്തുള്ളൂ, ബോട്ടിലിനകത്തുള്ള പ്രോഡക്റ്റ് മാറില്ല. അപ്പം നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തായാലും വൈറ്റ് തന്നെ തരാം കേട്ടോ. ഞാനിത് ഓർഡർ ചെയ്ത് ബോംബെയിൽ നിന്ന് വരുന്ന പാക്കേജാണ്. അപ്പോൾ ഇത് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോഴാണ് കളർ എന്താണെന്നുള്ളത് അറിയുന്നത്. അളവൊക്കെ സെയിമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഗ്ലൂട്ടാതയോൺ ഫേസ് ആൻഡ് ബോഡി വൈറ്റനിങ് ക്രീമാണ്. നമ്മുടെ ബോഡിയിൽ നിറം കൂടാൻ വേണ്ടിയിട്ട് ഫുൾ ബോഡി, അതായത് ഫേസ് ഉൾപ്പെടെ നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് നിറം വയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ക്രീമാണിത്. ബൈ 1 ഗെറ്റ് 1 500 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ്. പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് കൊറിയർ ചാർജിൻ്റെ വെയിറ്റ് ലിമിറ്റേഷൻ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. അവർ തരും പ്രൈസ് കേട്ടോ. സ്റ്റാഫ് പിള്ളേർ ഇരിപ്പുണ്ട്. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് GST എല്ലാം ഇൻക്ലൂഡിങ് ആണ്. ഒരു തരത്തിലുള്ള ഹിഡൻ ചാർജസ് ഇല്ല, അഡീഷണൽ ചാർജസ് ഒന്നുമില്ല. നമ്മൾ ചിലർ ഓഫറൊക്കെ ഇട്ട് കഴിയുമ്പോൾ സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ വെക്കും. അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല കേട്ടോ. പറഞ്ഞാൽ ഞാനിവിടെ എന്താണോ പറയുന്നത് ആ പ്രൈസിന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. അല്ലാതെ ഇവിടെ ഒരു പ്രൈസ് പറഞ്ഞിട്ട് അവിടെ ബുക്കിംഗ് നമ്പറിൽ എത്തുമ്പോൾ വേറെ പ്രൈസിൻ്റെ ഒരു ഏർപ്പാടില്ല. പിന്നെ വാട്സാപ്പിൽ മാത്രമേ ഓഫറുള്ളൂ. വെബ്സൈറ്റിൽ കയറിയാൽ ബുക്കിംഗ് കിട്ടില്ല. പിന്നെ 1-2 ദിവസത്തേക്ക് വെബ്സൈറ്റ് ഡൗൺ ആയിരിക്കും. കാര്യം അതിന് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. അതിന് വർക്ക് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതിനിച്ചിരി ടെക്നിക്കൽ എറർ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അണ്ടർ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ അതൊന്ന്, ഇതാണ് ഓഫർ എന്ന് പറയുന്നത്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറച്ച്, ബോഡിയിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഇപ്പോൾ സൺ ടാൻ ആവട്ടെ, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ആവട്ടെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കറുപ്പ് നിറം അത് കുറച്ച് നമ്മുടെ ശരീരത്തിൻ്റെ നിറം 2-3 ഷെയ്ഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്രീം എന്ന് പറയുന്നത്. ഇത് ഗ്ലൂട്ടാതയോൺ ക്രീമാണ്. മെയിൻ കണ്ടൻറ്റ് ഗ്ലൂട്ടാതയോൺ ആണ്. പിന്നെ ഇത് ഈ പാക്കേജ് സീൽഡാണ് കേട്ടോ. ഞാൻ കാണിക്കാം. സെയിം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ സീൽഡ് ആയിരിക്കും. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനത്തെ 2 ബോട്ടിൽ. ഓക്കെ, അങ്ങനെ ഇങ്ങനെ 2 ബോട്ടിൽ നിങ്ങൾക്ക് കിട്ടും. ഗ്ലൂട്ടാതയോൺ. എവിടെ പേര് കാണുന്നില്ല. ഇത് കണ്ടോ, ഗ്ലൂട്ടാതയോൺ ഫേസ് ആൻഡ് ബോഡി വൈറ്റനിങ് ക്രീം, 2 ക്രീം. ഓക്കെ. പിന്നെ ഇത് ഞാനൊരു ലിമിറ്റഡ് പീരീഡാണ് ഓഫർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്ന് എൻക്വയറി ചെയ്തിട്ട് പിന്നീട് വാങ്ങിക്കാന്നുള്ളവർ ദയവായിട്ട് ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാര്യം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവാത്തതായിട്ടൊന്നുമില്ല. പിന്നെ വഴക്കിടാനും ചീത്ത വിളിക്കാനായിട്ട് ആരും വരാണ്ടിരിക്കുക. ഞാനെടുത്ത് പോസ്റ്റ് ചെയ്യും. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതികരിച്ച് തുടങ്ങും. എനിക്കൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ്. എനിക്ക് എന്നോട് തന്നെ ഇച്ചിരി ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് വഴിയെ കൂടെ പോകുന്നവൻ തെറി വിളിച്ചുകൊണ്ട് പോയാൽ കേട്ടിരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല എൻ്റെത്. അവൻ ഒന്ന് വിളിച്ചാൽ ഞാൻ 2 തിരിച്ച് വിളിക്കും. ഓക്കെ. കാര്യം അവൻ വിളിക്കുന്നത് വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ട ഗതികേട് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോർക്ക് വിളിക്കാനും, പിന്നെ ചെറിയ കുട്ടികളാണ് ഇവിടെ ബുക്കിംഗ് എടുക്കുന്നത്, ചെറിയ പെൺപിള്ളേരാണ്. അപ്പോൾ അവരോട് ഒന്ന് സൊല്ലാം, അല്ലെങ്കിൽ അവരോടൊന്ന് ചാറ്റ് ചെയ്യാം, ഇച്ചിരി നേരം പഞ്ചാര അടിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവന്മാരാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ നമ്പർ ഉപയോഗിക്കേണ്ട, പണി കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഞരമ്പ് രോഗികളുണ്ട്, ചെറിയ പെൺപിള്ളേരാണ്. ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞു പോയി. അതിന് ശേഷമാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ. 10 മണി കഴിഞ്ഞാൽ, രാത്രി 10 മണി കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് വരുന്ന മെസ്സേജുകളൊന്ന് കാണണം. അപ്പോൾ ഇത് മാറിയിട്ട് വല്ല മിയ ഖലീഫയുടെയും സണ്ണി ലിയോണിൻ്റെയും ഒക്കെ സൈറ്റ് പോലെ തോന്നും. അവരുടെ വീഡിയോസൊക്കെ ഇടുന്ന ആ സൈറ്റിന് തുല്യമായി മാറുവാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. കാര്യം അതിനകത്തോട്ട് വരുന്ന മെസ്സേജുകൾ അങ്ങനെയാണ്. ഓരോരുത്തന്മാർ അവരുടെ ചുക്കാമണിയുടെ ഫോട്ടോ, അവരുടെ നേക്കഡ് ഫോട്ടോ ഒക്കെയാണ് അയക്കുന്നത് അതിനകത്തോട്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞാൻ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആര് വന്നിട്ട് ഇതുപോലെ കാണിച്ചാലും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും. ഞാൻ എൻ്റെ നമ്പർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കുന്നത് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനല്ല. ഓക്കെ,
ഇത് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് സെല്ല് ചെയ്യാനുള്ള ഒരു ബുക്കിംഗ് നമ്പർ മാത്രമാണ്. അല്ലാതെ ആരെങ്കിലും ഇതിനെ വേറെ നമ്പറായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാരോടാണ് പറയുന്നത്. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നതെന്ന് കരുതിയിട്ട് സില്ലിയായിട്ട് എടുക്കണ്ട, ഓക്കെ. പിന്നെ എല്ലാവന്മാരുടെയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാവന്മാരും എന്ത് വന്ന് പറഞ്ഞാലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ന്യൂസ് ചാനലിൽ വരും പറഞ്ഞാണ് ത്രട്ടണിങ്, നീ എന്നെ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെപ്പറ്റി വീഡിയോ ചെയ്യും. എന്നാൽ നീ അങ്ങ് ചെയ്യ്, നീ ചെയ്തോടാ, അത്രയേ മറുപടി ഉള്ളൂ. നീ ചെയ്തോടാ, നീ ചെയ്യേ, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവന്മാരോട് നമ്മൾ പറയില്ലേ തെറിക്കുത്തരം മുറിപ്പത്തലിന്, ആ പരിപാടി ഇനി നടക്കത്തുള്ളൂ. നമ്മൾ മിണ്ടാതെ ഒരുപാടിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിൽ നമ്മൾ ഒരുപാട് മിണ്ടാണ്ടിരുന്നു. ആളുകൾ വന്ന് തെറി വിളിച്ചിട്ട് പോകും, ആളുകൾ വന്ന് അശ്ലീല മെസ്സേജുകൾ അയക്കും, അവന്മാരുടെ ചുക്കാമണിയുടെയും കിടുക്കാമണിയുടെയും നേക്കഡ് ഫോട്ടോസൊക്കെ അയക്കും, അശ്ലീല കമൻറ്റുകളിടും, അശ്ലീല മെസ്സേജുകളിടും. ഒരുപാട് നമ്മൾ സഹിച്ചു. ഇനി സഹിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ത് കാര്യത്തിന് ഇവന്മാരൊക്കെ ഇവിടെ വന്നിട്ട് കൂട്ടത്തോടെ ആക്രമിക്കാൻ? ഇതെന്തുവാ ഇത്? അതൊരു ബുക്കിംഗ് നമ്പറാണ്, ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്ന നമ്പറാണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പ്രോഡക്റ്റാണ്. ഇവന്മാർ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഇവിടെ വിൽപ്പനയില്ല. അത് എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ചാനലിൽ എപ്പോഴും വന്നിരുന്ന് ഞാൻ പറയുന്നതാണ്. എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് ഞാനൊരു അശ്ലീല മെസ്സേജ് പറയുകയോ നിങ്ങൾ ആരെങ്കിലും തെറി വിളിക്കുകയോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കി. എനിക്ക് കമൻ്റ് ഇട്ട് തെറി വിളിച്ചാൽ, എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കമൻ്റ് ഇട്ട് തെറി വിളിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പിള്ളേരാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും അതേ നാണയത്തിലേ മറുപടി പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നവന്മാർ വേറെ നമ്പർ പിടിച്ചോ. ഈ നമ്പറിൽ വെറുതെ കിടന്ന് കൂത്താടണ്ട. നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്പർ അല്ലാതെ, ഓക്കെ. ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത്, ഇതിന് വാലയെ കെട്ടി കുറേ അവന്മാർ വരും. ഇനി വാലയെ കെട്ടി ഏറ്റുപിടിക്കാനായിട്ട് കുറേ അവന്മാർ ഇരിപ്പുണ്ട്. ഇതുപോലെ സ്ത്രീ വിരോധികളായിട്ടുള്ള കുറേ എണ്ണം. സ്ത്രീകളൊക്കെ വേറെ രീതിയിൽ കാണുന്ന, എന്താ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്ത്രീകളെല്ലാം മറ്റേ പടിക്ക് നിൽക്കുന്നതാണെന്നാണോ? ആണോ? അങ്ങനെയുണ്ട്, അതങ്ങ് മാറ്റി വെച്ചേരാം കേട്ടോ. എൻ്റെ നമ്പറിൽ അങ്ങനത്തെ മെസ്സേജുകൾ അയക്കണ്ട, ഓക്കെ. ആരയച്ചാലും ഞാനെടുത്ത് ഫോട്ടോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യും. ഞാൻ അതാണ് ഇനി കണ്ടേക്കുന്നത്. എന്നെ ശല്യം ചെയ്യുന്നവന്മാർ ആരായിരുന്നാലും, ഏത് കൊമ്പനായിരുന്നാലും, ഏത് വേട്ടാവളിയനായിരുന്നാലും, ഞാൻ അവൻ്റെ ഇനി ഏത് മരവാക്രി ആയിരുന്നാലും, ഏത് മരപ്പടനായിരുന്നാലും ഞാൻ അവൻ്റെ നമ്പർ എടുത്ത് പോസ്റ്റ് ചെയ്യും. നമ്പർ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും, ഓക്കെ. അതിൽ വരുന്നത് ഞാനങ്ങ് നോക്കിക്കോളാം. അതിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യും, ഓക്കെ. അത്രയേ ഉള്ളൂ. ഒരുപാട് കാലം ഞാനിത് വാട്സാപ്പിലൊക്കെ ഇവന്മാർ ഇങ്ങനെ പണ്ട് ഇതുപോലെ നമുക്ക് മെസ്സേജസ് വരും, നമ്മൾ ക്ലിയർ ചെയ്ത് കളയും, ബ്ലോക്ക് ചെയ്ത് കളയും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്ത് മെസ്സേജ് ഉടനെ ബ്ലോക്ക് ചെയ്യും. എന്തിനാ ഇങ്ങനെ ഇവന്മാരുടെ തോന്നിയാസം കേൾക്കാനിരിക്കുന്നത് ഓർത്തിട്ട് നമ്മൾ ഉടനെ തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. പിന്നെ നമുക്കൊരു അഭിമാനബോധം ഇല്ലേ? എത്ര കാലം ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും? അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എനിക്കറിയാവുന്ന എന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്ന 2-3 സ്ത്രീകളോട് ഞാനിത് ചോദിച്ചപ്പോൾ അവർക്കും സെയിം ഇഷ്യൂസാണ്. ഇവന്മാരെന്തായി വിചാരിച്ചു വെച്ചേക്കണേ? ഒരു സ്ത്രീയുടെ നമ്പർ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ രാത്രിയിൽ അങ്ങ് വിളിക്കുക. എടോ മണകുടാഞ്ചന്മാരെ, ഞങ്ങൾക്കൊക്കെ അതിനിവിടെ ഭർത്താക്കന്മാരുണ്ട്, ഓക്കെ. ഇനി അതല്ല, ഭർത്താക്കന്മാരില്ലാത്തവരാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് പറ്റിയ ആളുകളെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിങ്ങളെ ആരും ക്ഷണിച്ചില്ല, നിങ്ങളെ ഇതിന് ആവശ്യമില്ല, കേട്ടോ. നിങ്ങൾക്ക് ആളുകളെ വേണമെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ, അങ്ങനത്തെ സൈറ്റുകളുണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അല്ലാതെ ബിസിനസ് ചെയ്ത് ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളുടെ നമ്പർ എടുത്ത് വെച്ചിട്ട് അശ്ലീല കമൻ്റ് ഇട്ട് സുനയുടെ ഫോട്ടോയോ അയച്ചു കൊടുത്ത് അവൻ്റെ നീ സുന കണ്ണാടി നോക്കി ആസ്വദിക്കടാ, അതല്ലേ നല്ലത്. നീ നിന്റെ സുന കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കുക. എന്തിന് ഇങ്ങനെ ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്കൊക്കെ ഒന്ന് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നില്ലേ? അതൊരു കോമണായ ചോദ്യമാണ്, എന്നാലും ചോദിച്ചു പോവാണ്. നിന്നെയൊക്കെ ഒരു അമ്മ പ്രസവിച്ചത് തന്നെയല്ലേ? അല്ലേ ഞങ്ങളെപ്പോലെ തന്നെ അവയവങ്ങളുള്ള ഒരു സ്ത്രീ പ്രസവിച്ചതല്ലേ നിന്നെ? അല്ലേ? നിന്റെ അമ്മയ്ക്കുള്ള അതേ ഐറ്റം തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. നിന്റെ അമ്മയ്ക്കുള്ള എന്തൊക്കെയാണോ മേളിലും താഴെയും ഫുൾ ബോഡിയിൽ നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. അളവുകളിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും, രൂപത്തിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും, നിറത്തിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അത് സാധനങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിനക്ക് അങ്ങനെ മറ്റുള്ള പെണ്ണുങ്ങളെ ഇതുപോലെ വള്ളു പറയാനും അശ്ലീലം പറയാനും തോന്നിയാസം പറയാനും തോന്നുമ്പോൾ നീ ഒന്ന് നിൻ്റെ അമ്മയുടെ മുഖത്തോട്ട് നോക്ക്. നിൻ്റെ അമ്മ ഇല്ല, വിദേശ രാജ്യങ്ങളിൽ കിടക്കണവന്മാരാണെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്തു വെച്ച് നോക്ക്. അപ്പോൾ നിൻ്റെ ആ വിഷമം അങ്ങ് മാറിക്കിട്ടും. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല മുള്ളുമുരിക്കയിലും പാഞ്ഞു കയറ്, അല്ലെങ്കിൽ വല്ല ടാറിട്ട് റോട്ടിലും കിടന്നങ്ങ് ഉരക്കി. അല്ലാതെ ഇതിനൊക്കെ എന്താ മറുപടി പറയണം? നിങ്ങളൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരിക്കണേ? വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ സ്ത്രീകൾ മിണ്ടാതിരിക്കും തോറും നിങ്ങൾ ഞങ്ങളെ അങ്ങ്
ഞാൻ പറയണില്ല, നിർത്തി ഞാൻ. പറഞ്ഞാൽ ഞാൻ ഇതിവിടം കൊണ്ടൊന്നും നിർത്തത്തില്ല. കാര്യം അത്രയും ഞാൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ട് ഇവന്മാരെ കൊണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് അശ്ലീല കമൻ്റ് ഇടുന്ന എന്താണ് ഞരമ്പ് രോഗികളെ നിങ്ങളെ ഇവിടെ എടുക്കുന്നില്ല, മനസ്സിലായോ? സ്റ്റാൻഡ് വിട്ടോ. നിങ്ങൾക്കുള്ള ഏരിയ അല്ല ഇത്. ഇത് കുറച്ച് ലേഡീസ്, കുറച്ച് കുട്ടികൾ, ടീനേജ് പ്രായത്തിലുള്ള കുറച്ച് സ്ത്രീകളായി തുടങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക്, ഓക്കെ, മെയിനായിട്ടും സ്ത്രീകൾക്ക്, പിന്നെ കുറച്ച് നല്ലവരായിട്ടുള്ള വീട്ടമ്മമാർക്ക്, അവരുടെ ഭർത്താക്കന്മാർക്ക്, അവരുടെ കുട്ടികൾക്ക്, അങ്ങനെ ജെനുവിനായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എൻ്റെ ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കാര്യം പറയാനേ പറ്റത്തുള്ളൂ. എൻ്റെ കാര്യമാണ്. ഞാൻ ആരുടെ ഒരു കാര്യം ഇന്ന് വരെ ഞാൻ വന്ന് പറയാറില്ല. ഞാൻ എൻ്റെ കാര്യവും എൻ്റെ എക്സ്പീരിയൻസും ആണ് ഷെയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ വേറെ കണ്ടെത്തിക്കൊള്ളുക. എൻ്റെ നമ്പർ അതിന് യൂസ് ചെയ്യണ്ട. ഓൾറെഡി ഞാനത് സൈബർ സെല്ലിന് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് എന്ത് വൃത്തിയോടെ എഴുതി വെച്ചാലും, എന്ത് വൃത്തികെട്ട ഫോട്ടോസും, നിൻ്റെയൊക്കെ സുന കണ്ടിട്ട് വേണ്ട എനിക്ക് ഭർത്താവുണ്ട്. ഓക്കെ, എനിക്ക് ഭർത്താവില്ലാത്തൊരു കാലം വരുന്ന സമയത്തല്ലേ, അപ്പോൾ ഞാൻ വേറെ കണ്ടുപിടിച്ചോളാം. ഇനി എനിക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കണ്ടുപിടിച്ചോളാം. എന്തിന് നിങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുന്നത് ഫോട്ടോസ്? എനിക്കെന്ത് കാര്യത്തിന്? ഇതുപോലെ തന്നെയല്ലേ എൻ്റെ ഭർത്താവിനുള്ള അതേ സാധനങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്കുള്ളത്. ഇതുപോലെ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടോ, വലിപ്പ വ്യത്യാസം ഉണ്ടാവും, കളർ വ്യത്യാസം ഉണ്ടാവും, അത്ര തന്നെയല്ലേ ഉള്ളൂ. ഇതിലത്ര പുതുമയൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇതൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അന്നൊക്കെ ചിലപ്പോൾ ആളുകൾ ഒളിഞ്ഞു നിന്ന് കാണാനൊക്കെ ഒരു ശുഷ്കാന്തി ഉണ്ടായിരിക്കും. ഇപ്പം അതില്ലടാ. ഇതൊക്കെ എല്ലാവരും കോമൺ ആയി. ഇപ്പം എവിടെ ഫോണിൽ കുത്തിയാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ളിടത്ത് നിൻ്റെയൊക്കെ ഈ കഴുകാத்தைയും നനയ്ക്കാத்தைയും കുളിക്കാத்தைയും ചുക്കാമണിയുടെ ഫോട്ടോ ഇങ്ങോട്ട് അയക്കണ്ട കേട്ടോ. താല്പര്യമില്ല. ഓക്കെ, പ്രോഡക്റ്റ് വാങ്ങാനുള്ളവർ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാത്തവർ ശല്യം ചെയ്യാണ്ടിരിക്കുക. 10 പേരാണെങ്കിലും 5 പേരാണെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്നത് ബുക്കിങ്ങിനാണ്. ഓക്കെ, അല്ലാതെ ഇതുപോലുള്ള തോന്നിയാസ മെസ്സേജുകൾ അയച്ച്, അശ്ലീല കമൻറ്റുകൾ അയച്ച്, അങ്ങനെ രോമാഞ്ചം കൊള്ളുന്നവരുണ്ടായിരിക്കാം. അവരുടെ അടുത്തോട്ട് പോ. എൻ്റെ ചാനലിൻ്റെ പേര് കുളിരുന്നോ രോമാഞ്ചെന്നോ ഒന്നുമല്ല. എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ പേരിലാണ് കിടക്കുന്നത്. ഓക്കെ, എൻ്റെ ഒരു ബ്യൂട്ടി ചാനലാണ്. ഞാൻ ഹോം റെമഡീസ്, ടിപ്സ്, നാച്ചുറൽ ടിപ്സ്, സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനലാണ് എൻ്റേത്. എൻ്റെ ശല്യം ചെയ്യാണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ പ്രോഡക്റ്റ്സ് ഇതാണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലൻ കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.